കാലകാലനായാണ് സാക്ഷാൽ മഹാദേവനെ പറയുന്നത്. കാലൻ്റെയും കാലൻ എന്നും കാലത്തിനേക്കാളും അതിന് അതിജീവിച്ച് നിൽക്കുന്ന വ്യക്തി എന്നുമൊക്കെ ഈ പദത്തിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. സാക്ഷാൽ മഹാദേവൻ തന്നെ കാലനെ സംഹരിച്ച ഒരു ഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് കഥ. മാർക്കണ്ഡേയനെ അദ്ദേഹത്തിൻ്റെ 16 വയസ്സ് മാത്രമേ ആയുസ് നിശ്ചയിച്ചിട്ടുള്ളായിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ മാർക്കണ്ഡേയൻ സാക്ഷാൽ മഹാദേവനെ അഭയം പ്രാപിക്കുകയും ഈ സമയത്ത് കാലൻ ഈ മാർക്കണ്ഡേയൻ്റെ ജീവൻ എടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുകയും ചെയ്തു. മാർക്കണ്ഡേയൻ സാക്ഷാൽ ഭഗവാനെ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്നു എന്നാണ് ഐതിഹ്യം. കാലൻ ഈ മാർക്കണ്ഡേയൻ്റെ ജീവനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി കാലപാശം, അതായത് കാലൻ്റെ കയ്യിലുള്ള കയറ്, ആ കയറിനെ എറിയുകയും മാർക്കണ്ഡേയനെ ലക്ഷ്യമാക്കി എറിയുകയും അത് മഹാദേവൻ്റെ ശിവലിംഗത്തെ കൂടെ ചുറ്റി, അതായത് മാർക്കണ്ഡേയനെയും ശിവലിംഗത്തെയും കൂടെ ചുറ്റി കാലപാശം കിടന്നു എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ആ ശിവലിംഗത്തിൽ നിന്നും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നും എന്നെ സംഹരിക്കാൻ മാത്രം, അല്ലെങ്കിൽ എൻ്റെ ഭക്തനെ സംഹരിക്കാൻ മാത്രം നീ ആയോ എന്നുള്ള ഒരു വെല്ലുവിളിയോടുകൂടി കാലനെ തന്നെ സംഹരിച്ചു കളഞ്ഞു എന്നാണ് സങ്കല്പം. അപ്പം കാലനേക്കാളും അതിജീവിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ മരണത്തെ പോലും അതിജീവിച്ച് നിൽക്കുന്ന, അതിനെല്ലാം അപ്പുറത്തേക്ക് സ്വന്തം ഭക്തനെ എത്തിക്കാൻ സാധിക്കുന്ന മൂർത്തിയായാണ് സാക്ഷാൽ മൃത്യുഞ്ജയനായിരിക്കുന്ന, മൃത്യുവിനെ ജയിക്കുന്ന മഹാദേവനെ പറയുന്നത്. ആ മൃത്യുഞ്ജയ മൂർത്തിക്ക് വേണ്ടി ചെയ്യാറുള്ള ഏറ്റവും വിശിഷ്ടമായ ഒരു കർമ്മമാണ് ശംഖാഭിഷേകം. ശംഖാഭിഷേകം മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട്, ത്രയംബകം എന്നുള്ള മൃത്യുഞ്ജയ മന്ത്രം കൊണ്ടാണ് ചെയ്യുന്നത്. അത് രോഗാരി ദുരിതങ്ങൾ മാറാനും, നമുക്ക് പല ഘട്ടങ്ങളിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല പല സന്ദർഭങ്ങളിൽ മരണം അടുത്തെത്താം, മരണത്തിനുള്ള സാധ്യതകളുണ്ടാകാം എന്നാണ് പറയുക. ദശാസന്ധി സമയങ്ങൾ, ഒരു ദശ മാറി മറ്റൊരു ദശ വരുന്ന സമയത്ത്, അതുപോലെയൊക്കെയുള്ള സന്ദർഭങ്ങളൊക്കെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമയമാണ്. അതുപോലെ നമുക്ക് മറ്റു പല വിധത്തിലുള്ള ദോഷങ്ങളും വരുന്ന സമയത്ത് ആയുർദേശത്തിനുള്ള ചെറിയൊരു സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ അത് കയറി അങ്ങ് ഫലിക്കും. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് ആ മൃത്യുഞ്ജയമൂർത്തിയായിരിക്കുന്ന മഹാദേവനെ അഭയം പ്രാപിക്കാം. ശംഖാഭിഷേകം അതിന് ഏറ്റവും വിശിഷ്ടമായ ഒരു കർമ്മമായാണ് പറയുന്നത്. ശംഖാഭിഷേകം എന്ന് പറഞ്ഞാൽ ശംഖിൽ ജലമെടുത്ത് ത്രയംബക മന്ത്രം, മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്യുകയാണ് ഇതിൻ്റെ സമ്പ്രദായം. തൃപ്പങ്കോടെന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ കഥ തന്നെ ഈ പറഞ്ഞ മാർക്കണ്ഡേയൻ്റെ കഥയാണ്. അവിടുത്തെ പ്രധാന വഴിപാടാണ് ശംഖാഭിഷേകം, ഏറ്റവും വിശിഷ്ടമാണ്. അപ്പോൾ അവിടെ ഭഗവാൻ ഈ കാലനെ സംഹരിച്ചു എന്നും അതിനുശേഷം ഭഗവാന്റെ തൃശൂലം കഴുകിയതെന്ന് സങ്കല്പിക്കുന്ന ഒരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ മഹാദേവൻ അവിടെ സംഹാര രൂപിയായി പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെയാണ് അതിൻ്റെ ഐതിഹ്യം. അവിടുത്തെ പ്രധാന വഴിപാട് ആ ഭഗവാന്റെ കോപത്തെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി സാധാരണക്കാരിൽ ഒരു ഐശ്വര്യത്തോടു കൂടി ചിരിച്ചുകൊണ്ട് പ്രസന്നവദനായിരിക്കുന്ന ആ ശാന്തഭാവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ പിന്നെ ചെയ്ത ഒരു കർമ്മമായിട്ടാണ് ശംഖാഭിഷേകത്തെ കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് പല വിധത്തിൽ വരാനുള്ള രോഗാരി ദുരിതങ്ങളെയും, അല്ലെങ്കിൽ മരണത്തിൻ്റെ വക്കിലൂടെ നടക്കുന്ന നമുക്കെല്ലാം ആ മരണത്തിൽ നിന്നും നമ്മളെ ഒരു രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനും എല്ലാം ആ ഭഗവാനെ ശംഖാഭിഷേകം എന്ന് പറഞ്ഞ വഴിപാടിലൂടെ പ്രാർത്ഥിക്കാം. അത് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ചെയ്യാം. തിരുവാതിര ദിവസം ഭഗവാന് വിശിഷ്ടമാണ്. അന്നത്തെ ദിവസം ചെയ്യാം. ശിവരാത്രി ഏറ്റവും വിശിഷ്ടമാണ്. അപ്പോൾ അത് ആ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ വഴിപാടുകൾ നടത്താം. ശിവരാത്രി ദിവസത്തിൽ നമുക്ക് ചെയ്യാവുന്ന ധാരാളം പ്രാർത്ഥനകളുണ്ട്. അവയിൽ ഏറ്റവും വിശിഷ്ടമായതാണ് പഞ്ചാക്ഷര മന്ത്രം, ഓം നമഃശിവായ എന്ന മന്ത്രം. അപ്പോൾ ഈ മന്ത്രം നമുക്ക് ശിവക്ഷേത്രത്തിലിരുന്ന് യഥാശക്തി ജപിക്കാം. അല്ലെങ്കിൽ ക്ഷേത്രമൊക്കെ അടുത്തില്ല, പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് വീട്ടിലാണെങ്കിലും പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് വെച്ച് ഈ മന്ത്രം പരമാവധി ജപിക്കാം. ഏതൊരു വിധത്തിലുള്ള പാപദോഷ ദുരിത ശാന്തിക്ക് വേണ്ടിയും പഞ്ചാക്ഷര മന്ത്രം ഏറ്റവും ഉത്തമമാണ്. ഓം നമഃശിവായ എന്ന ശ്രദ്ധയോടുകൂടി ജപിക്കുക. ഇപ്പോൾ ഒരു വിളക്ക് കത്തിച്ച് വെച്ച് വിളക്കിൻ്റെ മുമ്പിലിരുന്ന് ഒരു പലകയോ അല്ലെങ്കിൽ ഒരു പുൽപ്പായയൊക്കെ വിരിച്ച്, അല്ലെങ്കിൽ ഒരു പട്ട് വിരിച്ച് അതിലിരുന്ന് കൊണ്ട് ജപിക്കുക. യഥാശക്തി എന്ന് പറഞ്ഞാൽ എത്ര പറ്റുമോ അത്രയും പ്രാവശ്യം ജപിക്കാം. അപ്പം അറിഞ്ഞോ അറിയാതോ നാം ചെയ്തിരിക്കുന്ന പാപദോഷങ്ങളൊക്കെ മാറി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി ഈ മന്ത്രജപം പ്രയോജനപ്പെടും. മന്ത്രോപദേശമൊക്കെ സ്വീകരിച്ച് ജപിക്കുന്നത് നല്ലതാണെങ്കിൽ തന്നെയും കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് അക്ഷരത്തെറ്റ് വരാനുള്ള വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടി ഭഗവാനെ നന്നായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ജപിച്ചാൽ മതി. അത് നമുക്ക് കൂടുതൽ ഐശ്വര്യത്തിനെല്ലാം പ്രയോജനപ്പെടും. അതുപോലെ തന്നെ ശിവനെ ധ്യാനിക്കുന്നത് ഏറ്റവും വിശിഷ്ടമാണ്. അതായത് പ്രത്യേകിച്ചൊരു ജപമൊന്നുമല്ല, ശിവൻ്റെ ധ്യാന ശ്ലോകമുണ്ട്. ആ ധ്യാന ശ്ലോകം അറിയാൻ നമുക്ക് ചൊല്ലാൻ സാധിക്കുമെങ്കിൽ ചൊല്ലുക. അതിനുശേഷം നമുക്ക് ഭഗവാന്റെ രൂപത്തെ നന്നായി മനസ്സിൽ സങ്കല്പിക്കുക. അതും വളരെ വിശിഷ്ടമാണ്. അപ്പം ഭഗവാനെ ധ്യാനശ്ലോകപ്രകാരമൊക്കെ പറയുന്നത് ഒരു താമരപ്പൂവിലിരിക്കുന്നത് പോലെ വളരെ പ്രസന്നഭാവത്തിൽ, വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ഭാവമായിട്ടൊക്കെയാണ് ശിവനെ ധ്യാനശ്ലോകങ്ങളൊക്കെ വർണ്ണിക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്നത് പോലെ വളരെ മുൻകോപിയായിരിക്കുന്ന ആ ഒരവസ്ഥയിലല്ല ധ്യാനശ്ലോകപ്രകാരം വരുന്നത്.
അപ്പോൾ ആ ഒരു വളരെ സങ്കല്പത്തോടെ ബിഭ്രദ്ദോർഭികുഠാരം മൃഗമഭയോവരോ സുപ്രസന്നോ മഹേശ, സുപ്രസന്നനായിട്ടാണ് ഭഗവാനെ പറയുന്നത്. വളരെ പ്രസന്നനായി വളരെ സന്തോഷത്തോട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് പറയുന്നത്. സർവാലങ്കാരദീപ്ത, സർവാലങ്കാരങ്ങൾ എല്ലാ അലങ്കാരങ്ങളോടും കൂടെ ശോഭിക്കുന്ന രീതിയിലാണ് പറയുന്നത്. സരസിജ നിലയോ, താമരപ്പൂലിരിക്കുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഭഗവാനെ ഏറ്റവും നമുക്കിഷ്ടമുള്ള രീതിയിൽ സങ്കല്പിക്കാം. ഏറ്റവും രൗദ്രമായ രീതിയിൽ ത്രിശൂലം ധരിച്ചുകൊണ്ട് ശത്രുസംഹാരം ചെയ്യുന്ന ഉഗ്രസ്വരൂപിയായിട്ട് സങ്കല്പിക്കാം. ഏറ്റവും ശാന്തമായ രീതിയിൽ താമരപ്പൂവിലിരിക്കുന്ന പോലെ പ്രസന്നമായിരിക്കുന്ന ഭാവത്തോടു കൂടി ഇരിക്കുന്ന രീതിയിൽ ശിവനും പാർവതിയും ചേർന്നിരിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ മനസ്സിൽ നമുക്ക് ആവശ്യമെന്ന് തോന്നുന്നത്, നമ്മുടെ മനസ്സിനൊരു സുഖം കിട്ടുന്നത്, തൃപ്തി കിട്ടുന്നത്, ആ രീതിയിൽ ഭഗവാനെ എപ്പോഴും ധ്യാനിക്കുന്നതും ഗുണകരമാണ്. ഭഗവാന്റെ ധ്യാന ശ്ലോകമൊക്കെ ചൊല്ലിക്കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിൻ്റെ ആ ടെൻഷനൊക്കെ മാറി മനസ്സൊരു ശാന്തിയൊക്കെ കിട്ടാൻ പ്രയോജനപ്പെടും. അതുപോലെ തന്നെ രോഗദുരിതശാന്തിക്ക് വേണ്ടി മൃത്യുഞ്ജയ മന്ത്രം വളരെ ഗുണകരമാണ്. ശിവരാത്രി ദിവസം തുടങ്ങി നമുക്ക് ജപം ആരംഭിക്കാം. മൃത്യുഞ്ജയ മന്ത്രമൊക്കെ നമുക്ക് ആ ഒരു ദിവസത്തേക്ക് മാത്രമല്ല നിത്യേന ജപത്തിന് വേണ്ടി എടുക്കാം. ഏതെങ്കിലും രീതിയിൽ നമ്മൾ കിടക്കുന്ന രോഗാതി ദുരിതങ്ങൾക്ക് കാരണമാകുന്ന ആ ഒരു നെഗറ്റീവ് ഊർജ്ജത്തേക്ക് ഒന്ന് മാറ്റി ആരോഗ്യ സൗഖ്യമൊക്കെ ഉണ്ടാവാൻ മൃത്യുഞ്ജയ മന്ത്രം പ്രയോജനപ്പെടും. തിരുവാതിര ദിവസം അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസമൊക്കെ ശിവ ആരാധനയ്ക്ക് വിശിഷ്ടമായി പറയുന്നുണ്ടെങ്കിലും ഒരു വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ശിവരാത്രി. അപ്പോൾ ഈ ശിവരാത്രി തുടങ്ങി നമുക്ക് മൃത്യുഞ്ജയ മന്ത്രം സ്ഥിരമായി ജപിക്കാൻ ആരംഭിക്കാം. ത്രയംബകം യജാമഹേ എന്ന് പറയുന്ന ഒരു മൃത്യുഞ്ജയ മന്ത്രമുണ്ട്. അതുകൂടാതെ ഓം ജുംസ സ്വാഹ എന്ന് പറയുന്ന ബീജമന്ത്രമുണ്ട്. ഇത് രണ്ടും വളരെ ശക്തിയുള്ള മന്ത്രമാണ്. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർമുക്ഷീയ മാമൃതാൻ എന്നുള്ള മന്ത്രം. മാമൃതാൽ എന്നും മാമൃതാത് എന്നും പറയാറുണ്ട്. അപ്പോൾ ആ മന്ത്രം നമുക്ക് ജപിക്കാം. അല്ലെങ്കിൽ ഓം ജുംസ സ്വാഹ എന്നോ ഓം ജുംസ എന്ന് മാത്രമായിട്ടോ ജപിക്കാം. വളരെ ശക്തിയുള്ള മന്ത്രമാണ്. അപ്പം ഭഗവാനോട് നമ്മൾ ആ ഭഗവാന്റെ രൂപത്തെയൊക്കെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള രോഗാതി ദുരിതങ്ങളൊക്കെ മാറ്റി എനിക്ക് ആരോഗ്യമൊക്കെ തരണേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരോഗ്യത്തോടു കൂടിയും ഐശ്വര്യത്തോടു കൂടിയും ജീവിച്ചു പോകുവാൻ വേണ്ട ശക്തി തരണമെന്നും അതിനോടൊപ്പം തന്നെ മരണാനന്തരം ആ ഭഗവാന്റെ ലോകത്ത് ശിവസായുജ്യം എന്നാണ് പറയുക, സാക്ഷാൽ ഭഗവാന്റെ പാദത്തിൽ ചെന്ന് ലയിക്കാനും ഒക്കെയുള്ള ഭാഗ്യം തരണമെന്നൊക്കെ പ്രാർത്ഥിക്കാൻ ഈ മന്ത്രം ഏറ്റവും ഉത്തമമാണ്. ഈ വർഷത്തെ ശിവരാത്രി പ്രാർത്ഥനകളിലൂടെ വ്രതത്തിലൂടെയെല്ലാം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വർഷം ഇനി മുന്നോട്ട് പോകുന്ന ആ കാലയളവിലെ നല്ല രീതിക്ക് സന്തോഷത്തോടും ഐശ്വര്യത്തോടും കൂടി മുന്നോട്ട് പോകാൻ വേണ്ട ഊർജ്ജവും ശക്തിയും എല്ലാം സാക്ഷാൽ മഹാദേവൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പറഞ്ഞു തന്നിരിക്കുന്ന ഓരോ മന്ത്രങ്ങളും പ്രാർത്ഥനകളും എല്ലാം നമുക്ക് നിത്യേന ചെയ്തു തുടങ്ങാം. ഗുരുവിൻ്റെ ഒരു ഉപദേശമൊന്നും ഇല്ലാതെ തന്നെ ജപിക്കാവുന്ന മന്ത്രങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നതിനെ തന്നെ ഒരു മന്ത്രോപദേശമായി കണ്ടുകൊണ്ട് ശ്രദ്ധയോടുകൂടി കഴിവതും അക്ഷരത്തെറ്റുകളൊന്നും വരാതെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ജപിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും അനുഗ്രഹമൊക്കെ ഉണ്ടാവും. നമ്മളെ ഭഗവാൻ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. അതിനെല്ലാം ഈ ഒരു അവസരം പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരപൂർവ്വം ശിവരാത്രിയുടെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഏവർക്കും സ്നേഹാദരപൂർവ്വം ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.